മെസ്സേജ് അയച്ചു. ഒരു എയർപോർട്ടിലെത്തിയപ്പോ ഞാന് വണ്ടി പുറത്ത് അവിടെ കൂട്ടാണ്ടി പോവാണ്. അതിങ്ങനെയൊന്നും അല്ലായിരുന്നു. എയർപോർട്ടിന്റെ ഡിസൈനൊക്കെ മാറല്ലോ. ഉള്ളിലേക്കാ സാദിയാ ഫ്രണ്ട് വരുന്നു. ഓനവിടെ നടക്കിരിക്കോ? എങ്ങനെയുണ്ട് ഫ്ലൈറ്റിൽ പോയിട്ട്? ഫാദിക്ക് ഇഷ്ടപ്പെട്ടോ? അത് ബുക്ക് വാങ്ങി തന്നത് കണക്കുണ്ട്. അപ്പൊ ഒരു ജാക്കറ്റ് നിർത്തില്ല പിതാ? എല്ലാം വെറ്റൊക്കെ എടുത്തില്ലേ? നീ ഒന്നും മിസ്സായിട്ടില്ല. എങ്ങോട്ടേ ഇത് ഇവന് കയ്യിൽ ഏത് കയ്യിൽ വെച്ചേ? ഏത് കയ്യില് പിടിച്ചേ? അതന്നെ അല്ല, എടുക്കുമ്പോ മാത്രമേ ഉള്ളൂ. ലൈനിൽ നിൽക്കുമ്പോഴൊക്കെ ഉറങ്ങല്ലേ? ഉറങ്ങുമ്പോ ഇങ്ങനെ കുറെ നേരം വരുന്നില്ല. ലാസ്റ്റ് അല്ലേ പ്ലെയിന് കയറിയ ലാസ്റ്റ് അല്ലേ? അവിടെ എയർപോർട്ടിൽ ഇത് മാറിയില്ല. നിങ്ങൾ വന്നത് കറക്റ്റ് തന്നെ അവിടെ തന്നെ വരില്ലേ? ഞാൻ പാർക്കിങ്ങിലേക്ക് വന്നപ്പോൾ ഫുള്ള് മാറി. അതിൻ്റെ ഫുള്ള് അവിടെ ഫുള്ള് പാർക്കിങ്ങിൻ്റെ ഇതൊക്കെ മാറ്റി കണ്ടുവരുന്ന പോലില്ല. പിന്നെ അതിൻ്റെ കാലിക്കറ്റ് ടിക്കറ്റ് കിട്ടണില്ലല്ലോ. എന്നിട്ട് എൻ്റെ അടുത്ത് അപ്പുറത്ത് ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചു എന്നോട് ഏതാ ഫ്ലൈറ്റ് ചോദിച്ചപ്പോൾ അവൻ എയർ അറേബ്യയാണ്. ഓൻ എയർപ്ലെയിന് കയറാൻ വന്നത് മുതൽ അവിടെ 600 രൂപയ്ക്ക് ഇങ്ങനെ നമ്മളെല്ലാതും ചെയ്തു തരും തന്നില്ലോ. എന്റെ ബാക്കിൽ നിന്ന് പെണ്ണിന് ബാഗിൽ കാറുണ്ട്, മുട്ടാൻ്റെ ഒക്കെ വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതില്ലേ? എന്നിട്ട് ആ പെണ്ണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടി എക്സ്ട്രാ 1000 സംതിങ് കൊടുത്തിട്ട് 1000 സംതിങ് കൊടുത്തിട്ട് ആ പെണ്ണ് കയറി. അപ്പൊ ലഗേജ് 600 രൂപ നമ്മൾക്ക് കൊടുത്ത് നമ്മളെ കാണെങ്കിൽ നോക്കിയില്ലേ 200 രൂപ കാണെങ്കിൽ അതല്ല
വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രേ ഉണ്ട്. വരുമ്പോഴല്ലേ മണിഞ്ഞ് വരുമ്പോഴല്ലേ ചപ്പാത്തി വാങ്ങിട്ട് വരുന്നേ. ഹാഫ് വേവ് ചപ്പാത്തി ഇതിലുണ്ട് പൊറോട്ട ഉണ്ട്. ഉണ്ടോ? ഇപ്പൊ പോയിട്ട് കഞ്ഞി ഉണ്ടാക്കട്ടെ. ചോറുണ്ട് അവിടെ. എന്ത് രാവിലെ തന്നെ കൊടുക്കാൻ ചോറോ? രാവിലെ തന്നെ കാലുവയറ്റിൽ നിന്ന് ഫ്രിഡ്ജിലെന്ത് സാധനം കൊടുക്കണോ നമ്മക്ക് നോക്കിക്കൊടുക്കാൻ. ഇതിലൊന്നല്ല പുറത്താ. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ആരുണ്ടാക്കിയത്? അപ്പുറത്തെ ഡ്രൈവർ. പെണ്ണുങ്ങളില്ലാന്ന് എന്നോട് തരുന്ന എന്താ പറയാ, അവിടേക്ക് ഫ്രിഡ്ജിൽ പെട്ടി പൊട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്തിട്ടുണ്ട്. ആടുണ്ട് വാപ്പച്ചി, ബീഫ് ഉമ്മച്ചി. പക്ഷെ ഞാനവിടെ ഉള്ളതിനെ കൊണ്ട് ഉമ്മച്ചിക്ക് ടെൻഷന്. ഉമ്മച്ചി കറിയൊന്നും ഉണ്ടാക്കിയിട്ട് ശരിയായില്ല. അച്ചാറിന് വരെ അച്ചാറയിൽ സുറുക്ക് വയ്ക്കണ വരെ വെള്ളം ഒഴിച്ചിട്ട് കാരണം ഒരേ കുപ്പിയുണ്ട്. ചച്ചു ഉമ്മച്ചി അടിയോടെ അടിക്കും. ഉമ്മച്ചി ഒരു നിജ കേടെത്തി. ഓളെ വക മടുക്ക്. ഓള് ഉണ്ണിയപ്പം ഉണ്ടാക്കിന്. ഉമ്മച്ചിന്റെ വക മിച്ചറ്. ഞാൻ പറഞ്ഞു വേണ്ട വന്നിട്ട് കേൾക്കണില്ല. മിച്ചർ ഉണ്ടാക്കീന് ഹോം മെയ്ഡ് ഉണ്ണിയപ്പം ചച്ചുവിനെ. വരുമ്പോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നെയ്ച്ചോറ് കഴിച്ചിട്ട് ഇറങ്ങണില്ല മനുഷ്യൻ. ഫുഡ് കഴിച്ചിട്ടൊന്നും വരണ്ട. ബാക്കിയെല്ലാവർക്കും നല്ല രസത്തിൽ നിന്നിട്ട് ഇതെന്നാ ഇല്ല കേട്ടോ. ആ എയർപോർട്ടില് കുറേ നേരം കാത്ത് ഇങ്ങനെ ഇരിക്കണ ഇവനെ ഇങ്ങനെ എടുത്തിട്ട് വിശന്നിട്ട് കമ്മി. അപ്പോഴേ ഞാൻ മനസ്സിലൊരു സഹായി ഈ ഉണ്ടായി ഒരു പെണ്ണിരുന്ന് 1000 എത്ര ഉറുപ്പ് കൊടുത്തങ്ങാണ്ട് ഫ്രണ്ട് സീറ്റിൽ ആ പെണ്ണ് ഇരുന്നേ ബാക്ക്. എന്നിട്ടില്ലേ ഹലോ എത്തി. ഓന് ഇങ്ങോട്ട് മിണ്ടൂല. ഓന് പറ്റിച്ചില്ലേകളൊക്കെ കൂടി ഉറക്കത്ത് കൊണ്ടുപോയിക്കാണ്ട് എയർപോർട്ടിൽ ഇട്ടില്ല. അതുകൊണ്ട് ഓൻ മിണ്ടൂല. ഞാനിപ്പോ വരട്ടോ എന്നറിയാണ്ട് ഓന് പോയി. ഞാനിപ്പോ വരട്ടോ. നാളെ വരും. ഓക്കെ വീടെത്തിയില്ലേ? ഓന്റെ ആകാശത്തുള്ള വീടെത്തി. ബുക്ക് ഓനക്ക് ഫ്ലൈറ്റിൽ നിന്ന് ബുക്ക് കിട്ടി, മുട്ടായി കിട്ടി, ബിസ്ക്കറ്റ് കിട്ടി, ഒക്കെ കിട്ടി. പക്ഷെ ഓൻ ഉറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം കച്ചറയിലൊരു ജ്യൂസിന് റബ്ബേ ലാസ്റ്റ് ഞാൻ തച്ചോന് കരഞ്ഞിട്ട് ബഹളം. ഈ പ്രാവശ്യം ഓനക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിനി. പക്ഷെ ഓൻ ഉറങ്ങി. പിന്നെ ഇപ്പൊ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഒക്കെ കിട്ടി. എടുത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കുട്ടീൻ്റെ അമ്മയെ ചെറിയ കുട്ടി കരഞ്ഞിട്ട് എന്തോ ഒരു കരച്ചില്ല. കേൾക്കുമ്പോ നമുക്ക് വൃത്തികേടാവാ. എന്തോ ചെവിയിട്ട വേദന ആയിട്ടിരിക്കും. അപ്പൊ ആദ്യം പിന്നെ ഫ്ലൈറ്റ് പൊന്തണ സമയത്തും ഇറങ്ങണ സമയത്തും ഓൻ എണീക്കല. ഈ പ്രാവശ്യം അതുപോലും ഇല്ലേനു. ഫ്ലൈറ്റ് കിടന്ന് ഉറങ്ങി. പിന്നെ ഞാനിങ്ങനെ എമിഗ്രേഷൻ്റെ അവിടെ എന്നാ ശരി. നമുക്ക് ഈ കട തുറന്നു നോക്കട്ടെ. ഈ കട തുറന്നിട്ടില്ലല്ലോ. ഇതാ കട തുറന്നിട്ടില്ല. വീട്ടിന്ന് എന്നിട്ടേ പൈച്ചിട്ടേ പഴയ കളിയിട്ട് ആ പെണ്ണു നമുക്ക് ചാടിക്കാൻ പോയില്ല. ഞാൻ പെണ്ണിന്റെ അടുത്ത് ആകെ 66 ഉറുപ്പിക ഉള്ളു. ഞാൻ ഇപ്പൊ വരുന്നില്ല, എന്റെ വക വാങ്ങിത്തരാന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടതാണ്. ഞാൻ പിന്നെ കൊറേ നിർബന്ധിച്ച് കൊറേ കഴിഞ്ഞപ്പോ ഞാൻ പോയിട്ടോ. അപ്പഴൊക്കെ അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ പോകുമ്പോ ഞാൻ വെച്ച് 66 ഉറുപ്പിക ഉണ്ടാവുള്ളൂ ഒരു ചായക്കൊക്കെ. എന്താ ഒരു കോഫിക്ക് 270. ആ പെണ്ണൊരു സാൻഡ്വിച്ച് വാങ്ങി 300 സംതിങ്. അപ്പൊ ആ പെണ്ണ് സാൻഡ്വിച്ച് വാങ്ങിയപ്പോ ഞാൻ ചായ വാങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു എക്സ്ട്രാ ഗ്ലാസ് വാങ്ങിക്കോന്നുണ്ട്. ചായ ഞാൻ പകുതി കൊടുത്ത്. അപ്പൊ ആ പെണ്ണ് വാങ്ങിയ സാൻഡ്വിച്ച് ഇങ്ങനെ ബ്രെഡ് ഒരാൾക്കൊന്നും എടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാ. വിശന്നിക്കല്ല. ആ കോഫി ആ സാൻഡ്വിച്ച് നിന്ന് പള്ളം നിറഞ്ഞേ.
അപ്പൊ തന്നെ നമുക്ക് പോവാനുമായി പ്ലെയിനിക്ക്. ഞാൻ പ്ലെയിനിൽ നിന്ന് ഇപ്പൊ ഫുഡ് കിട്ടല്ലോ വിചാരിച്ച് വെയിറ്റ് ചെയ്തൊക്കെ. പിന്നെ പ്ലെയിനിന് ഫുഡ് കിട്ടിയപ്പോ പിന്നെ ഫുള്ള് വയറ് നിറഞ്ഞ് പൊട്ടാനുള്ള ലെവലായി. നല്ല രസമുണ്ട് പ്ലെയിനത്തെ ഫുഡ്. രസമുണ്ട്. പിന്നെ അതിലിട്ട് ഉള്ളി എനിക്ക് ഇഷ്ടമായില്ല. രസം എനിക്കിഷ്ടം. നല്ല രസമുണ്ട്. സ്വതവേ എയർ അറേബ്യന്റെ ഫുഡൊക്കെ രസമുണ്ട് അല്ലേ? എയർ അറേബ്യന്റെ ഫുഡ് ഇഷ്ടം. എനിക്കിപ്പോ പ്ലെയിനിന്നും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇഷ്ടം. ഞാൻ ഇരിക്കുന്നിടത്ത് ഞാൻ മാത്രം കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് കറക്റ്റ് സമയത്ത് കാക്കനെ വിളിച്ച അപ്പോഴാണ് ചായ കിട്ടി. ആ ഇപ്പഴില്ലേ കാലിക്കറ്റ് ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് കിട്ടാതെ പമ്പ വില. അപ്പൊ ആ ചെങ്ങായി എന്നോട് ചോദിച്ചു എവിടെന്നാ വന്നേച്ചമ്മനെ കാലിക്കറ്റാന്ന് തന്നെ. കാലിക്കറ്റ് എപ്പോ ഉണ്ടോ ചോദിച്ചാ ഉണ്ടല്ലോ എന്ന് തന്നെ. അപ്പൊ അവൻ യുദ്ധത്തിനൊക്കെ മുന്നേ എടുത്തത് ഞാനെന്ന് പറഞ്ഞു. ആ അതുകൊണ്ടാണ്. അതിന്റെ കൂടെ വേറൊരു പെണ്ണും ഉണ്ട്, വേറെ ചെങ്ങായി ഒക്കെ ഉണ്ട്. ഒരു പറഞ്ഞേ Socks with ya.